ഹായ്, ഞാൻ ശ്രീദേവി. ഇന്ന് ഞാനിങ്ങനെ കൊത്തുപൊറോട്ട ഉണ്ടാക്കണം നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാട്ടോ കാണിക്കുന്നത്. പാത്രത്തിൽ ലേശം എണ്ണ വെച്ചിട്ട് അതിലൊരു 4-5 മുട്ട ലേശം ഉപ്പിട്ടിട്ട് കലക്കി വെച്ചത് ഞാനത് ചെറുതായിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കാതെ ഒന്ന് കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മുറിച്ചെടുക്കണ്ട, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇത്ര മതിയിട്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. അത്യാവശ്യം കുറച്ച് വലിയ പാത്രമായിട്ട് എടുത്തിരിക്കുന്നത്, കാരണം ഈ പൊറോട്ട എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി സ്പേസൊക്കെ വേണ്ടേ. ഇതിലോട്ട് ലേശം എണ്ണ ഒഴിച്ചിട്ട് വലിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു 1.5 തക്കാളിയോളം ഇട്ടിട്ടുണ്ടാവും. നന്നായിട്ട് അധികം ഇതാക്കൊന്നും വേണ്ട, ചെറുതായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ശേഷം ഉപ്പും നമ്മൾ പാകത്തിന് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ ലേശം കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അധികം എരിവ് ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഇടണ്ടെന്ന് വെച്ചോളൂ കേട്ടോ. ലേശം കറിവേപ്പില ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഗരം മസാല പൗഡറും ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ലേശം ആ തക്കാളി വേവാൻ വേണ്ടി മാത്രം ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉപ്പില്ലാണ്ടോ നോക്കിയിട്ട് ഉപ്പ് പോരെ ലേശം കൂടി ഉപ്പിടുക. എന്നിട്ട് പൊറോട്ട ഞാൻ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊറോട്ട അരിഞ്ഞെടുക്കുമ്പോൾ നല്ല ചെറുതായിട്ട് അരിയണേ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പൊറോട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ലേശം ചാറ് ഒഴിക്കുന്നുണ്ട്. പൊറോട്ടയോടൊപ്പം കിട്ടിയിട്ട് നമുക്ക് അപ്പം എനിക്ക് കിട്ടിയത് കുറുമയായിരുന്നു. അപ്പം അതിൽ കുറുമ ഒഴിക്കുന്നത് കേട്ടോ. ബീഫ് ചാറോ അല്ലെങ്കിൽ ചിക്കൻ ചാറോ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൽ അത്യാവശ്യം എരിവുണ്ട്. എരിവ് വേണ്ടാത്തവർ മുളക് പൊടി ഇടണ്ട. നന്നായി ഇറക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനത് ഒന്ന് പ്ലേറ്റ് ഇട്ടിട്ട് അടച്ച് വെക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, മല്ലിയില ഉണ്ടായിരുന്നില്ല, ഞാൻ അതായിരുന്നു കേട്ടോ. ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഞാൻ ഇളക്കുന്നത്, കാരണം പെട്ടെന്ന് റെഡി ആവണല്ലോ. അടച്ച് വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക, കഴിക്കുക. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഉണ്ടാക്കി നോക്കണേ.